ഡാഡി ഇല്ലേ? വന്നിട്ടില്ല. ഡാഡി എപ്പോഴും പറയും ഈ മർച്ചനേവിക്കാരുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണെന്ന്. ദിവസങ്ങളോളം മനുഷ്യരെ കാണാതെ, കര കാണാതെ കപ്പലിനകത്തേനെ കഴിയാന്ന് പറഞ്ഞാ എനിക്ക് ഓർക്കാനും കൂടി വയ്യ. അതിലും ഭേദം ഡാഡിയുടെ പോലീസ് ജോലിയാണ്. ഒന്നുമില്ലെങ്കിലും കൺവെട്ടത്തിൽ ആളെ കാണുമെങ്കിലും ചെയ്യാലോ. എപ്പോഴാ വരികയെന്നും കാത്ത് ഇവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോഴുള്ള ബോറടിയോ? അല്ലാത്തപ്പോഴും സമയം കളയാൻ ഞാൻ പെടുന്ന പാറുണ്ടല്ലോ. ഈ കോളേജില്ലാത്ത സമയത്ത് നീ ഇങ്ങനെ നേരം കളയുന്നേ? വീട്ടിൽ ലോൺലിയാ കുത്തിയിരിക്കുമ്പോ മുഷിയില്ലേ? എനിക്കൊരിക്കലും ഈ ലോൺലിനെസ് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ചിലപ്പോ ആർക്ക് വേണ്ടിയും കാത്തിരിക്കാനില്ലാത്തോണ്ടാവും. ആരെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കാനൊന്നും ഇല്ലല്ലോ. ഒറ്റയ്ക്കാവുമ്പോ ഞാൻ എന്നോട് തന്നെ വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കും. Some nonsense. Hello, Mrs. Nair. How are you? Hi. How is Captain Nair? When is he getting back home? വിവരൊന്നും അറിയില്ല. I see. Okay then. ഞാൻ നോക്കിയിട്ട് രേഖേച്ചിയുടെ ബോറടി മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അങ്ങോട്ട് നോക്കി. ബിജു ഇറങ്ങിയോ? പാസ് പിടിച്ച് കിടക്കുക ചേച്ചി കൊണ്ടുപോകാത്തതിന്. ഒന്നും കഴിച്ചില്ലേ? ഇല്ല. മോനെ ബിജു എന്താ ഒന്നും കഴിക്കാതെ കിടന്നേ? അതിന്റെ ഒരു പിണക്കോ? ഞാൻ മിണ്ടൂല, എന്നെ കൊണ്ടുപോയില്ലല്ലോ. വരാൻ വൈകുന്നേരത്തില്ലേ ആന്റി കൊണ്ടുപോകാതിരുന്നേ? മോന് ചോറ് തരട്ടെ? അമ്മോ ബിജുന് ചോറ് വിളമ്പ്. വേണ്ട. ദേ ചോറുണ്ടല്ലെങ്കിൽ പന്ത് വാങ്ങി തരില്ല. ഹലോ ബോംബെ കണക്ഷൻ കൊടുക്കൂ. ഹലോ ആ ഞാനാ രേഖ. രേഖ വരുന്നോ? എപ്പോ? കേൾക്കുന്നില്ല. ഉറക്കെ. 12നോ? ഹലോ 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 കേൾക്കുന്നില്ല. ഹലോ ഹലോ ചേട്ടൻ 12ന് വരുമെന്ന്. ചേച്ചിയല്ലേ പറഞ്ഞത് ഈ മാസം വരില്ലെന്ന്? പോടി. മോനെ ബിജു. ആ കുറെ നേരം മോൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. Well, my boys, have a holiday in Cochin. Ramesh, you are going home. Yes, sir. Kalyanam kalichonde povunnalle. You must go. Freddy, Thanu. Adinu njan kalyanam kalichittu. You naughty boy. See, Cochin is my place. Be good to her. She will receive you well. But don't try to spoil her. Got my point? Yes, sir. Freddy, here is something for you. Thank you. Enjoy with all. Right? Oh, it is time. Right? Okay. Bye. See you. Okay. Okay? Okay. Bye. Wait. Let me open. Hurry up. Ella kando mon. Come on, let's go.
പിടിച്ചോ. What is this? Yes, 3 days. ഒരു വക കഴിച്ചിട്ടില്ലെന്നേ. പോർട്ട് ബ്ലെയർ ക്രോസ് ചെയ്ത് തുടങ്ങിയതാ കാറ്റ്. സീ പെട്ടെന്ന് റഫായി. എന്റെ ഇത്രയും കാലത്ത് സർവീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. വി വർ ആക്ച്വലി റോളിംഗ് ഇൻ ദ സീ. ഒരു വക കഴിക്കാൻ വയ്യ. കഴിച്ചാ അപ്പ ഛർദിക്കും. ഇറ്റ് വാസ് ടെറിബിൾ. നൈസ്. ഈ അവിയൽ അസലായിരിക്കുന്നല്ലോ. ആരാ വെച്ചത്, നീയാണോ? അല്ല, ശങ്കരേട്ടനാ. ആണോ? സത്യത്തിൽ രുചി അറിഞ്ഞ് വല്ലതും കഴിക്കുന്നത് വീട്ടിൽ വരുമ്പോഴാണ്. അവിടെ ഈ ടിൻഡ് ഫുഡ് കഴിച്ച് മടുത്തു. നമ്മുടെ അവിയലിന്റെയും പുഴുക്കിന്റെയും 4 അയലത്ത് വരുമോ ശങ്കര ഇവരുണ്ടാക്കുന്ന മറ്റെന്തും? എവിടുന്ന് വരാനാ സാറേ? പിന്നെ മകന്റെ കാര്യം എന്തായി? ഓ, അതൊന്നും പറയണ്ട സാറേ. അവൻ ഗുണപ്പെട്ട് വരുന്ന ലക്ഷമൊന്നുമില്ല. ഇത്തവണയും തോറ്റിരിക്കുക. പഠിക്കാൻ വേണ്ടി അവനെ വല്ല ജോലിക്കും ഉണ്ടാക്കും. അത് സാറൊന്ന് മനസ്സ് വെച്ചാ. വാട്ട് ഹാപ്പൻ ടു യു? എന്താ ഒന്നും കഴിക്കാത്ത? കഴിക്കുമോനെ? എന്താ അവൻ കഴിക്കാത്ത? ഒന്നുമില്ല. ദിവസവും ടേബിളിൽ തന്നെ ബിജു ഉണ്ണാറ്. അങ്കിൾ വന്നാ അങ്ങനെ ചെയ്യില്ല എന്ന് വാക്ക് തന്ന ആളാ. ഷെയിം ബിജു, ചീത്തക്കുട്ടിയായില്ലേ? കഴിക്കും. ബിജുവിന് ഇപ്പൊ എന്താ വേണ്ടേ? മേശപ്പുറത്തിരുന്ന് ഊണ് കഴിച്ചു, അത്രയല്ലേ ഉള്ളൂ. അഗ്രീഡ്. കം ഓൺ. അറ്റ്ലീസ്റ്റ് ഇരിക്കുന്നിടത്തുനിന്ന് മുകളിലേക്ക് പോകണമെന്നല്ലേ അവൻ പറഞ്ഞുള്ളൂ. ദാറ്റ് സ്പിരിറ്റ് ഈസ് ഗുഡ്. കം ഓൺ ബോയ്. ഇനി സ്മാർട്ടായിട്ട് കൂടെ കഴിച്ചേ. ഈ പാവ നടക്കുന്നില്ല. എവിടെ നോക്കട്ടെ. അതെ വാ. ഇങ്ങനെ ഇങ്ങനെ വൈൻഡ് ചെയ്ത് പോണം. സ്മാർട്ട് ബോയ്. ഇവന്റെ ചിരിയും കളിയും കാണാൻ ചേച്ചി ഇല്ലാതെ പോയല്ലോ. തനിക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വെരി നൈസ്. ഇതും നന്നായിട്ടുണ്ട്. അത് ശാരദയ്ക്ക് കൊണ്ടുവന്നായിരുന്നു. എന്താ ശാരദ ചേച്ചി മോനും വരുന്നുണ്ട്. ഒന്ന് വേഗം കേറി വാടാ. അവന്റെ ഒരു നടത്തം. വാ. ചേച്ചി, മോനെ ബിജു, ചേച്ചി തനിച്ചുള്ളോ? പിന്നെ അല്ലാണ്ട്. അല്ല ചേട്ടൻ. ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഒരു ചേട്ടൻ, അത് പണ്ടേ അറിയാവുന്ന എന്തെങ്കിലും ആർത്ത് മുറിച്ച് കളയേണ്ടി വരുന്നു. പിന്നെന്താ ഇത്രയും വൈകിയുള്ള മനപ്രയാസം? ഭർത്താവെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ ലോകം ജീവിക്കാൻ പറ്റിയില്ലേ? ആ പേര് പണ്ടും ചേച്ചിക്കില്ല. പിന്നെന്താ ഇവനെ ഓർത്തിട്ടാ? എടാ, നാം കടിക്കാതടാ. 100 തവണ പറഞ്ഞിട്ടുണ്ട് നാം കടിക്കരുതെന്ന്. വേണ്ടാത്ത സകല സ്വഭാവം പഠിച്ചു വെച്ചിട്ടുണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന്. മടുത്തു. കൊതിയും മതിയും തീർന്നു. എന്റെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോ നീയൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവളാ. ആരെപ്പോഴും സ്ഥലത്തുണ്ടാവില്ലെന്നല്ലാതെ വേറെ ഒരു കുഴപ്പം നീ അറിഞ്ഞിട്ടില്ലല്ലോ. ഷോ, ഇത് ഇത്രയും നാളെ ഞാൻ പിടിച്ചു നിന്നതിന് നീ എനിക്കൊരു സമ്മാനം തരണം. ചേച്ചി, എന്തൊക്കെ തന്നെ ആയാലും. ഓ, ഉപദേശിക്കാനുള്ള പുറപ്പാടാവും. എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ. കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കണ്ടേ. കഴിയുന്നത്രയും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. എനിക്ക് മനസ്സില്ല. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.
അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളിടത്ത് വിശ്വാസം ഉണ്ടാവും. അത് രണ്ടും ഇല്ലാത്തടത്ത് ഞാൻ പിന്നെ എന്തിനാ ഒരു അടിമയെ പോലെ എല്ലാം കടിച്ചിറക്കി നിൽക്കണം? നെവർ. അവർക്ക് എന്ത് ഫ്രീഡം വേണമെങ്കിലും ആവാം. ആണുങ്ങളല്ലേ, ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? എന്നെ ബഹുമാനിക്കാൻ മനസ്സില്ലാത്ത ഒരാളുടെ മേൽവിലാസം എനിക്ക് വേണ്ട. ഞാൻ അനുഭവിച്ച കഷ്ടമുണ്ടല്ലോ, അതാർക്കും മനസ്സിലാവില്ല. എടാ, അത് വലിച്ച് പൊട്ടിക്കാതടാ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താ അതപ്പ പൊട്ടിക്കും. ചേച്ചി കുളിച്ചൊന്ന് ഫ്രഷ് ആവും. കുറച്ച് കഴിയട്ടെ. വല്ലാത്ത ക്ഷീണം, എനിക്കിത് കിടക്കണം. അല്ല മോളെ, എന്റെ കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് എന്റെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. സുഖല്ലേ? നാളെ കത്തൊക്കെ വരാറുണ്ടോ? സുഖ. ഞാനൊന്ന് കിടക്കട്ടെ. ശരി. ദേ, വീട് കാണിക്കരുത്. അമ്മോ, ശങ്കരേട്ടാ, എന്തോ ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കേ. അമ്മോ, ഇതോടൊക്കെ എടുത്ത് വെച്ചേ. വാ മോനെ.